കടൽ തീരത്ത് മത്സ്യകന്യകയുടെ രൂപം സോഷ്യൽ മീഡിയ ആശങ്കപ്പെടുത്തിയ ചിത്രം വൈറൽ. ഒരുപക്ഷെ അന്യഗ്രഹ ജീവിക്ക് മുന്നേയുള്ള മനുഷ്യസങ്കല്പങ്ങളിൽ ഒന്നാണ് മത്സ്യകന്യക. കെട്ടുകഥകളിൽ മാത്രം കേട്ടിട്ടുള്ള ഒന്നാണ് മത്സ്യകന്യക. മനുഷ്യൻ്റെതെന്ന് തോന്നിക്കുന്ന മുഖവും നെഞ്ചും ശേഷിക്കുന്ന ശരീരഭാഗം മത്സ്യത്തെ പോലെയും ഇരിക്കുന്ന മത്സ്യകന്യകമാർ ചിത്രകാരന്റെ ഭാവനയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അന്യഗ്രഹ ജീവികളെ പോലെ തന്നെ അത്തരം ഒരു മൃഗത്തെയും നാം ഇതുവരെ കണ്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ അന്യഗ്രഹ ജീവിയും മത്സ്യകന്യകയും ചേർന്ന ഒരു മൃഗത്തെ കണ്ടെത്തിയെന്ന് അവകാശപ്പെട്ട് എക്സ് ഹാൻഡിൽ പങ്കുവയ്ക്കപ്പെട്ട ഒരു ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത്. മെലിസ ഹാൾമാൻ എന്ന സ്ത്രീയാണ് ചിത്രങ്ങൾ എക്സിൽ പങ്കുവച്ചത്. ഇംഗ്ലണ്ടിന്റെ തെക്ക് കിഴക്കൻ തീരമായ മർഗ്രേറ്റ് തീരത്ത് നിന്നുമാണ് ഈ അസാധാരണ ജീവിയെ കണ്ടെത്തിയത്. മർഗ്രേറ്റ് തീരത്ത് നടക്കാനിറങ്ങിയ പൗളോ റീഗനും ഭർത്താവുമാണ് ഈ അസാധാരണ രൂപം ആദ്യം കണ്ടെത്തിയത്. പിന്നാലെ തീരത്തുള്ളവരെല്ലാം അസാധാരണ രൂപം കാണാനായി ഒത്തുകൂടി. പക്ഷേ ആരും വിശ്വസിക്കില്ലെന്ന് അറിയാവുന്നതിനാലാണ് ചിത്രങ്ങൾ പകർത്തിയതെന്നും മെലീസ എക്സിൽ കുറിച്ചു. തീരത്തടിഞ്ഞ് ഉണങ്ങിപ്പോയ പായലുകൾക്കിടയിലാണ് അസാധാരണ രൂപം കിടന്നിരുന്നത്. തല ഏതാണ്ട് അന്യഗ്രഹ ജീവികളുടേതിന് സമാനമായിരുന്നു. ഉടലാകട്ടെ മത്സ്യകന്യകയുടേതുപോലെയും. ആദ്യ കാഴ്ചയിൽ ഒരു അസ്ഥികൂടമെന്ന് തോന്നുമെങ്കിലും അതൊരു അസ്ഥികൂടമല്ലായിരുന്നുവെന്നും അവരെഴുതി. ചിത്രങ്ങൾ സമൂഹമാധ്യമ ഉപയോക്താക്കളെ ഏറെ ആകർഷിച്ചു. മിക്ക ആളുകളും അത് ശില്പമായിരിക്കാമെന്നും കപ്പലിൽ നിന്നോ ബോട്ടിൽ നിന്നോ കടലിൽ പോയതാകാമെന്നും ചിലർ എഴുതി. മറ്റു ചിലർ അന്യഗ്രഹ ജീവികളും മത്സ്യകന്യകളും തമ്മിലെന്ത് ബന്ധമെന്ന് സംശയിച്ചു. ചിലരുടെ സംശയം മൂക്കും ചെവിയും എല്ലിൽ നിർമ്മിച്ചതാണോ എന്നായിരുന്നു. അതേസമയം താനട്ട് ജില്ലാ കൗൺസിൽ സംഭവത്തെക്കുറിച്ച് അറിയാമെന്നും എന്നാൽ ഒന്നും പറയാനാവില്ല എന്നുമാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്.